ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരെയും വളരെ സ്നേഹത്തോടെ വില്ല ബസാർ റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടി ലോൺസ് എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സേഫല്ലേ? നിങ്ങളെല്ലാവരും സുരക്ഷിതത്തിലൂന്നി നമ്മുടെ സാധാരണ ജീവിതം തിരിച്ചു പിടിച്ചവരും അല്ലേ? തിരിച്ചു പിടിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരും അത് വിജയിച്ചവരും ഒക്കെ ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമ്മൾ ഈ പാൻഡമിക് സിറ്റുവേഷനെല്ലാം തരണം ചെയ്യും. നമുക്ക് വീണ്ടും പഴയതുപോലെ ഒത്തുചേരാനും സന്തോഷിക്കാനും ഇടവരട്ടെ. സുഹൃത്തുക്കളെ, ഇന്ന് വില്ല ബസാർ റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടി ലോൺസ് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഭവനം വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും, നമ്മുടെ ഭവനം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളത് ഒരു മൂല്യവർദ്ധിതമാകുന്നത് എങ്ങനെയെന്നും ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ഭവനം വാങ്ങിക്കുമ്പോൾ വളരെ ലാഭത്തിൽ വാങ്ങിക്കണമെന്ന്. പക്ഷേ ഒരു ഭവനം വാങ്ങിക്കുന്നത് ലാഭത്തിൽ വാങ്ങിച്ചാൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഒരു സുന്ദര ഭവനം മൂല്യവർദ്ധിതമായി വാങ്ങിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, മൂല്യവർദ്ധിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭവനം ലാഭത്തിൽ അതിൽ താമസിക്കുന്ന വ്യക്തിയിൽ നിന്നും കുത്സിത മാർഗത്തിൽ കബളിപ്പിച്ച് വാങ്ങിച്ച് മൂല്യവർദ്ധിതമാക്കുക എന്നല്ല. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഡിസ്ട്രസ് സെയിലുകളുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട്, ലോൺ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ രോഗാവശ്യത്തിന്, അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് ഒക്കെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി മാർക്കറ്റ് വിലയിൽ നിന്നും കുറച്ച് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകളെ സഹായിക്കരുത് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അങ്ങനെയാണെന്ന് ഭാവിച്ചുകൊണ്ട് ചില വസ്തുക്കൾ ആ ഡിസ്ട്രസ് സെയിൽ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ നഷ്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്ന ചില പ്രോപ്പർട്ടികൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ചില സെയിൽസ് പ്രപ്പോസലുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. നമ്മുടെ സ്വാഭാവികമായ ആഗ്രഹമായ ഒരു പ്രോപ്പർട്ടി വളരെ ലാഭത്തിൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് കുറച്ചും കൂടെ ഒരു മുന്തിയ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു വീട് വാങ്ങിക്കണമെന്ന് നമ്മുടെ ആഗ്രഹത്തിന് മുകളിൽ പലപ്പോഴും നമ്മൾ എങ്ങനെയുള്ള കിടങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചില പരിശീലനങ്ങൾ, ചില പരിശ്രമങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരം നഷ്ടങ്ങൾ സംഭവിക്കാതെ നമ്മുടെ ഭൂമി ഭാവിയിൽ വളരെ അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി മാറ്റാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഭവനം വാങ്ങിയ ഒരു 10 വർഷത്തിന് ശേഷം അതിന് സ്വാഭാവികമായിട്ടൊരു മൂല്യശോഷണം, അതായത് ഡിപ്രീസിയേഷൻ സംഭവിക്കും. പക്ഷേ ആ സമയത്തെല്ലാം ആ പരിസരത്ത് വരുന്ന ഒരു ലാൻഡ് അപ്രീസിയേഷൻ, അല്ലെങ്കിൽ ആ മേഖലയിൽ വരുന്ന ഒരു അപ്രീസിയേഷൻ നമുക്ക് ഈ പറയുന്ന ഡിപ്രീസിയേഷനെ മറികടന്ന് മൂല്യവർദ്ധിതം അഥവാ അപ്രീസിയേഷൻ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു ഭവനം ആകാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ അനേകം കാര്യങ്ങൾ ചിലതാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ഭവനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഒരു ബഡ്ജറ്റ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബഡ്ജറ്റ് ആദ്യമേ തന്നെ നമ്മൾ വിലയിരുത്തണം. അതിനുശേഷം നമുക്ക് ആ ഭവനം വാങ്ങിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ സ്വരുക്കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ എടുത്തു വച്ചിട്ടുള്ള ലിക്വിഡായിട്ടുള്ള പണം, അതിനുശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന ബഡ്ജറ്റിലേക്ക് നമ്മളൊരു വായ്പ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വായ്പ അത് ഏതെല്ലാം സാഹചര്യത്തിലും വളരെ പക്വതയോട് കൂടിയിട്ട് യാതൊരു വീഴ്ചയും കൂടാതെ തിരിച്ചടവ് പറ്റാത്ത
അല്ലെങ്കിൽ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കി വളരെ നല്ലൊരു തിരിച്ചടവ് സാഹചര്യത്തിൽ ആ വായ്പ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ലോണ് അല്ലെങ്കിൽ ഒരു വായ്പ കരസ്ഥമാക്കിയാൽ നിങ്ങൾക്ക് അകാരണമായി നമ്മൾ മോഹിച്ചു വാങ്ങിയ ഭവനം കടം വീട്ടുന്നതിനായിട്ടോ വായ്പ അടയ്ക്കുന്നതിനായിട്ടോ വിറ്റ് കളയേണ്ടി വരികയില്ല. ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യുന്ന ബഡ്ജറ്റിൽ നമ്മുടെ കംഫർട്ട്, നമ്മുടെ തിരിച്ചടവ് എല്ലാം ആണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയായിരിക്കണം നമ്മുടെ സ്വപ്നഭവനം സ്ഥിതി ചെയ്യേണ്ടത്? കോഴിക്കോടാണെങ്കിൽ നമുക്ക് കോഴിക്കോട് നഗരപരിധി, കോഴിക്കോട് നഗരത്തിലേക്ക് എത്താനായിട്ടുള്ള തൊട്ടടുത്തുള്ള പഞ്ചായത്ത് പരിധികൾ എന്നിവ നമുക്ക് പരിഗണിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഭവനം വാങ്ങിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പരിശോധിക്കാം. കോഴിക്കോട് പ്രൗഢഗംഭീരമായ അനേകം താമസ മേഖലകളുണ്ട്. ഉദാഹരണത്തിന് മലാപ്പറമ്പ്, ചേവായൂർ, ജാഫർ ഖാൻ കോളനി, ജവഹർനഗർ കോളനി, പന്ന്യാങ്കര, തിരുവണ്ണൂർ, എരഞ്ഞിപ്പാലം, നടക്കാവ് എന്നിങ്ങനെ. നമ്മൾ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിറ്റി ലിവിങ് അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലുള്ള ഒരു ലിവിങ് ആണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ കാണുന്ന വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കാണുന്ന ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ താമസിക്കുന്ന വീടിനെയും ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നമ്മൾ ഇത്തരം ഒരു കാര്യത്തിൽ നമ്മൾ എന്തെല്ലാമാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രവണതയാണ് പുരോഗമനങ്ങൾ. കാരണം പുരോഗമനം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ വന്ന് താമസിക്കാനും നഗരങ്ങളിലെ നല്ല വാസയോഗ്യമായ സ്ഥലങ്ങളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനമായി നമ്മൾ കാണേണ്ടത്, ഇന്ന് ധാരാളം നമ്മുടെ വാഹന വിപണി വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളർന്നിരിക്കുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്ന ധാരാളം ആകർഷകമായ വാഹനങ്ങൾ നമ്മുടെ വിപണിയിലുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള വിലയ്ക്ക് നമുക്ക് വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതിന് വളരെ കുറച്ച് വാഹനങ്ങളെ നിലവിലുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വലിയ വില മൂലം നമ്മൾ പലപ്പോഴും ആ ആഗ്രഹം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പുതിയ പുരോഗതി നമുക്ക് ധാരാളം വാഹനങ്ങൾ നമ്മുടെ ആഗ്രഹിക്കുന്ന ബഡ്ജറ്റിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും നമ്മുടെ അയൽവക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങളും വളരെ സുഗമമായി പോയി വരുന്നതിന് ആവശ്യമായ വീതിയുള്ള റോഡുകൾ സമീപമായിരിക്കണം നമ്മൾ വീട് കണ്ടെത്തേണ്ടത്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വന്നേക്കാം. എന്താണ്? ഇത്തരം പ്രധാനപ്പെട്ട വാസമേഖലകളിൽ വില വളരെ കൂടുതലായിരിക്കും. അതിന് കാരണം എന്താ? നമ്മളെക്കാളും കുറച്ചും കൂടെ അഫോർഡബിലിറ്റി ഉള്ള, നമ്മളെക്കാളും കുറച്ചും കൂടെ സാമ്പത്തികമായി പണം സ്വരുക്കൂട്ടിയിട്ടുള്ള ചില ആളുകൾക്ക് അവർക്കും ഈ പറയുന്ന മേഖലയിൽ തന്നെ വീട് വാങ്ങിക്കാനായിരിക്കും അല്ലെങ്കിൽ ഭവനം പണിയാനായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അത്തരം സന്ദർഭങ്ങളിൽ അവർ ആ മാർക്കറ്റിൽ വളരെ കുറച്ച് ഭൂമികൾ മാത്രമായിരിക്കും വളരെ കംഫർട്ടായിട്ട് റോഡ് വീതിയും അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു ഭവനം വെക്കാനായിട്ട് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അവർ ഒരു ഓഫർ പ്രൈസ് കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് പോലുള്ള സമൂഹത്തിൽ വളരെയധികം സെലക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സ്, പ്രൊഫഷണൽസ്, ധാരാളം ഇൻകമുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ നല്ലൊരു വില നിലവാരം കൊടുക്കാനായിട്ട് പറ്റാറുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രശസ്തമായ വാസമേഖലകളിൽ ഭവനം വാങ്ങിക്കുക എന്നുള്ളത് വളരെ വലിയ വില നൽകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഒന്ന് വിവേകപൂർവ്വം ഒന്ന് ശ്രമിച്ചാൽ ഈ പ്രതിസന്ധി നമുക്ക് മറികടക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഡിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി കണ്ടെത്തിയാൽ നമുക്ക് ഈ പ്രശ്നത്തിനെ ഒരു പരിധിവരെ പരിഗണിക്കാം. ഇത് നമ്മളെ സഹായിക്കുന്ന എന്തൊക്കെയാണ്? നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ വളരെയധികം കുറ്റമറ്റതാണ്. നമുക്ക് എല്ലാ ഏരിയയിലേക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ
നമുക്ക് ഒരു ഓട്ടോ സ്റ്റാൻഡ് അല്ലെങ്കിൽ സ്വന്തമായ ഒരു വാഹനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൈം ലൊക്കേഷന് കുറച്ച് വിട്ടിട്ടാണെങ്കിലും നമുക്ക് ആ ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് താമസിക്കാവുന്നതാണ്. ഇനി നമ്മൾ പരിഗണിക്കേണ്ടത് എന്താണ്? നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഭവനം സ്ഥിതി ചെയ്യുന്ന ഏരിയ, അതിൻ്റെ പരിസരവാസികൾ, അവരുടെ ഏകദേശ സ്വഭാവ സാമൂഹിക വാസനകളാണ്. കാരണം എന്താ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പലരും ഒരു വീട് വാങ്ങിച്ച് പെട്ടെന്ന് അവിടുന്ന് വിറ്റ് പോകേണ്ട സാഹചര്യം വരുന്നു. എന്താണ് കാരണം? നമ്മൾ താമസിച്ചിരുന്ന മേഖലകളിൽ നമ്മുടെ അയൽവക്കം അല്ലെങ്കിൽ നമ്മുടെ സമൂഹ പരിസരവാസികൾ വളരെ സന്തോഷത്തോടെ അവരുമായി ഇടപഴകുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഉത്സവങ്ങൾ, ഫെസ്റ്റിവലുകളൊക്കെ വരുമ്പോൾ നമ്മൾ ജാതി മത ഭേദമന്യേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കിടുകയും എല്ലാവരുടെ സന്തോഷങ്ങളും നമ്മുടെ സന്തോഷമാക്കി വളരെയധികം സാമൂഹ്യമായ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ചു വളർന്ന സിറ്റുവേഷനിൽ ചില പ്രത്യേക മേഖലകളിൽ വരുമ്പോൾ വളരെ റിസർവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫിഷായി ജീവിക്കുന്ന അസഹിഷ്ണുതയുള്ള ചില പരിസരവാസികളുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമ്മളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കുന്നു. അത്തരം ഒരു സന്ദർഭങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു മകളെ ഒരു നല്ല കുടുംബത്തിലേക്ക് അയക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന അന്വേഷണാത്മകത നമ്മൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നിടത്തിനും നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ചെയ്താൽ മനസ്സ് നിറഞ്ഞ് അനേകം നാൾ ആ വാസസ്ഥാനത്ത് തലമുറകളോളം നമുക്ക് അധിവസിക്കാം. ഇനി നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭവനം ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഒരു ഭവനം ആണ് എങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച്, പ്രത്യേകിച്ച് അതിൻ്റെ അധികാരത്തിൽ പറമ്പ്, തോട്ടം എന്നിവ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കേണ്ടതാണ്. അതിന് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അതിൻ്റെ BTR ബേസിക് ടാക്സ് റെക്കോർഡിൽ ആ പ്രോപ്പർട്ടി പറമ്പ്, തോട്ടം ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സ്റ്റാറ്റസിൽ പെർമിറ്റ് എടുത്തിട്ട് ആണ് പണിതത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ഇന്ന് കോർപ്പറേഷൻ ചില മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ചില മാനദണ്ഡങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒരു ഭൂമി പഴയതായി പുതുക്കി പണിയേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ വളരെയധികം നഷ്ടം സംഭവിച്ച് ചിലപ്പോൾ ആ വസ്തു തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. കാരണം വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്. വെറ്റ്ലാൻഡുകൾ അല്ലെങ്കിൽ ഈ നിലം, കൃഷിഭൂമികൾ എല്ലാം ഭവനമാക്കി മാറ്റാനായിട്ട് സർക്കാർ വളരെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭവനം നിൽക്കുന്ന സ്ഥലം നിലം അല്ലെങ്കിൽ നഞ്ച ആണ്. പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ പെർമിറ്റ് എടുത്ത് വീട് പണിതെങ്കിൽ ചില സാഹചര്യത്തിൽ ധാരാളം ആളുകൾ വേദന അനുഭവിക്കുന്നുണ്ട്. വീട് പണിതിട്ടുണ്ട്, നമ്പർ കിട്ടുന്നില്ല, താമസിക്കാൻ പറ്റുന്നില്ല, കോർപ്പറേഷൻ അനുവദിക്കുന്നില്ല, നിയമ തടസ്സങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണ്. വീട് കഷ്ടപ്പെട്ട് വീട് പണിത് ലോൺ അടയ്ക്കാനും പറ്റുന്നില്ല, താമസിക്കാനും പറ്റുന്നില്ല, വാടക അടയ്ക്കണം, അങ്ങനെ ധാരാളം പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ആ ഭൂമിയുടെ കിടപ്പ്, അതിൻ്റെ സ്റ്റാറ്റസ് നിലമല്ല അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് അല്ല, നഞ്ചയല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പറമ്പ് അല്ലെങ്കിൽ തോട്ടം ആയിട്ട് ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഞാൻ ഒന്നും കൂടി ഇതിനെ എടുത്തു പറയുന്നത്. ഇനി ഈ ഭൂമിയിലെ അടുത്തൊരു കാര്യം ഇതിൻ്റെ ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ ഈ ഭൂമി ലഭിച്ചതിൻ്റെ ഒരു യഥാർത്ഥ വഴി പലപ്പോഴും നമ്മൾ ചില വസ്തുക്കൾ വാങ്ങിച്ചതിന് ശേഷമായിരിക്കാം നമുക്കിതിൻ്റെ പ്രതിസന്ധികൾ നമുക്ക് വരിക. നമ്മൾ ആ വീട് റീസെയിൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വീണ്ടും ഉയർന്നു വരിക. നമ്മളിത് പരിഗണിക്കാതെ നമ്മൾ വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതിന് കാരണക്കാരായ ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, നിങ്ങൾ വാങ്ങിച്ച ഭൂമി ആ നിലവിലുള്ള ഉടമസ്ഥന് അല്ലെങ്കിൽ അതിൻ്റെ മുൻ ഉടമസ്ഥന് ഒരു ഭാഗപത്ര പ്രകാരമാണ് ലഭിച്ചതെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരു ഭാഗപത്രത്തിന് കാരണമായ മുൻ ഉടമസ്ഥന് അല്ലെങ്കിൽ അവരുടെ ഫോർഫാദർക്ക് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് മുഖാന്തരം ഈ ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് സർക്കാരിൽ നിന്ന് ലഭിച്ച് അതിൻ്റെ മാനദണ്ഡത്തിൽ ലീഗലായിട്ടുള്ള ഒരു ഭാഗപത്രം തയ്യാർ ചെയ്ത്
അതിൽ അവകാശികളായ എല്ലാ വ്യക്തികളും ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് 12 പേരുണ്ട്, 10 പേര് ഉൾപ്പെട്ട് 2 പേരെ ഒഴിവാക്കി. അതിൽ ഒരാൾ മരിച്ചതാണ്, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, അവരെ ഒഴിവാക്കി. അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്നും പുറത്തു പോയതാണ്, അദ്ദേഹത്തിന് കണ്ടുകിട്ടിയിട്ടുള്ള, അവരെ ഒഴിവാക്കി. നിലവിലുള്ള 10 പേര് കൂടി ഒരു ഭാഗപത്രം സൃഷ്ടിച്ച് അത് വിൽക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഭാഗപത്രമാണ്, എല്ലാ നിയമ രീതിയിൽ പരിഗണിച്ച് ചെയ്തതാണെങ്കിൽ പോലും അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു ഭാഗപത്രമല്ല. അത്തരം ഒരു ഭാഗപത്രം പ്രകാരം ലഭിച്ചൊരു ഭവനമാണെങ്കിൽ നമ്മളിത് വീണ്ടും വിൽക്കാൻ വരുമ്പോൾ നമ്മളൊരു സാമ്പത്തികമായ ലോൺ എടുത്തിട്ടായിരിക്കും പല ആളുകളും വാങ്ങിക്കുക. ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ അപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആ ഭൂമി വിൽക്കാനായിട്ട് ഒരു കാലത്തും പറ്റാത്ത സാഹചര്യം വരും. അതല്ല എങ്കിൽ ആ മുന്നു വിട്ടുപോയിട്ടുള്ള ആ അവകാശികളായ ആളുകളുടെ നിന്നും NOC അല്ലെങ്കിൽ അവരുടെ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കെണികളാണ് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ഭവനം വാങ്ങിക്കുന്ന കാര്യത്തിൽ വരുന്നത്. ഒരു ഡിസ്ട്രസ് സെയിൽ നോക്കുന്ന ആൾ ലാഭം മാത്രം നോക്കുമ്പോൾ കണ്ണന്തമായി പോയി ഇതൊന്നും ശ്രദ്ധിക്കാതെ ഓടിപ്പോയി ആ ലാഭത്തിന് എനിക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ച് ചാടി വീഴുമ്പോൾ വീട് വാങ്ങിച്ച് താമസിച്ച് കഴിഞ്ഞ് പിന്നീട് ഇത് വിൽക്കാൻ വരുമ്പോഴാണ് ഈ പറയുന്ന നഷ്ടസാധ്യതകളെല്ലാം അവർ മുമ്പിൽ വരുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്തമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭവനത്തിന്, താമസിക്കാൻ പോകുന്ന ഭവനത്തിന് പല തരത്തിലുള്ള കെണികൾ വരാൻ സാധ്യതയുണ്ട്. അതിന് നികുതി ചീട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വേറെ ഏതെങ്കിലും സർക്കാർ ജാമ്യത്തിന് അത് ഇടവന്നിട്ടുണ്ടോ, ആ ഭൂമി വെച്ച് ചെയ്തിട്ടുണ്ടോ, ഇത് ബേസ് ചെയ്ത് കസ്റ്റമേഴ്സിനെ അറിയിക്കാതെ കബളിപ്പിച്ച് ഇത് വിൽപ്പന നടത്താൻ ശ്രമിച്ചതാണോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. ഇനി വേറൊരു പ്രത്യേക കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്, പുതുതായിട്ട് ധാരാളം വികസന പദ്ധതികൾ നടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വന്നല്ലോ, റോഡിന് വീതിയില്ല എന്നുള്ളത് കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. വലിയ വലിയ വാഹനങ്ങൾ പോകാനും വരാനും അല്ലെങ്കിൽ നമുക്ക് ഷിഫ്റ്റിങ് അങ്ങനെ പല കാര്യങ്ങൾക്കും റോഡ് വീതി വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ അതിനെ പരിഗണിച്ചുകൊണ്ട് കോർപ്പറേഷൻ എന്താ ചെയ്യുന്നത്, ധാരാളം വികസന പദ്ധതികൾ ഡിസൈൻ ചെയ്യാണ്, റോഡുകൾ വീതി കൂട്ടുകയാണ്. അപ്പോൾ റോഡുകൾക്ക് വീതി കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക, നിലവിലുള്ള ഭൂമികളിൽ നിന്നും ഫ്രണ്ടേജ് അല്ലെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ ഒരു ഭാഗമൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ചിലപ്പോൾ ഈ വികസന പദ്ധതികൾ ഡിസൈൻ ചെയ്യുക. പക്ഷേ അങ്ങനെ ഒരു വികസന പദ്ധതി ഡിസൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുമ്പോൾ തന്നെ അറിയുന്ന ചില സെല്ലറാണെങ്കിൽ ഇത് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ നമ്മുടെ മിറ്റം പോകും, അല്ലെങ്കിൽ നമ്മുടെ കാർ പോർച്ച് പോകും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ പോകും എന്നറിഞ്ഞ് മറ്റുള്ളവർക്ക് ആ നഷ്ടം അല്ലെങ്കിൽ ആ നഷ്ടസാധ്യത പെട്ടെന്ന് കൈമാറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചില സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രത്യേകപ്പെട്ട കാര്യമാണ്, അത് ആ വീടിന് എന്തെങ്കിലും തരത്തിലുള്ള പുരോഗമന പദ്ധതികളിൽ പെട്ടതാണോ, അതല്ലെങ്കിൽ വൈഡനിങ് സംഭവിക്കാനായിട്ട് ഇടയുള്ള സാധ്യതയുള്ള സ്ഥലമാണോ എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് പ്രളയ സാധ്യത. മുമ്പൊന്നും നമ്മുടെ മേഖലകളിൽ ഈ പ്രളയ സാധ്യത എന്ന് പറയുന്ന ഒരു സംഭവം അതിപ്രധാനമായി വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്, പെട്ടെന്ന് ഒരു മഴ ശക്തമായാൽ വെള്ളക്കെട്ട് സംഭവിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന മേഖലയായിരിക്കാം, പക്ഷെ ആ മേഖലയിൽ ഒരു മഴ നന്നായി കനത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, പെട്ടെന്നൊരു വെള്ളക്കെട്ട് രൂപപ്പെടും. ചില സമയത്ത് മഴ കൂടുതൽ ദിവസം നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ള ഒഴുക്കുകളിൽ നിന്നും ആ വെള്ളം ഇങ്ങോട്ട് സ്പിൽ ഓവർ ചെയ്ത് കയറിപ്പോയി ചില സാഹചര്യം നമ്മുടെ വീടിനുള്ളിൽ തന്നെ ചിലപ്പോൾ വീടിൻ്റെ പകുതിയോളം ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ടൗണിൻ്റെ പ്രധാനപ്പെട്ട മേഖലയിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ ഒരു അകലം വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന വെള്ളക്കെട്ടുള്ള സാധ്യത ഉള്ള സ്ഥലങ്ങൾ വളരെ പ്രഷ്യസാണ്, വളരെയധികം വാല്യൂ ഉള്ള സ്ഥലമാണ്. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ അവിടെയുള്ള വയസ്സായ ആളുകളോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ വളരെ നിലവിളിച്ച് അല്ലെങ്കിൽ ഒരു സഹായം അഭ്യർത്ഥിച്ച് അവിടുന്ന് രക്ഷപ്പെടേണ്ടൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകൾ എങ്ങനെയെങ്കിലും ആ സ്ഥലത്തു നിന്ന് വിറ്റ് വേറെ എവിടെയെങ്കിലും പോകണമെന്നുള്ള ഡിസ്ട്രസ് സെയിലുകൾ നമ്മുടെ മുമ്പിൽ വരും. അത്തരം ഡിസ്ട്രസ് സെയിലുകൾ ചാൻസ് ആയിട്ട് രൂപപ്പെടുത്തി ഒരു സെയിൽസ് പ്രൊഡക്റ്റായിട്ട് വെക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും നമ്മൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നോക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, പ്രസ്തുത ഭവന മേഖലകൾ നമുക്കിതിൻ്റെ പ്രോക്സിമിറ്റി, അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിർവർത്തിക്കാൻ പറ്റുന്ന
പെട്ടെന്ന് ഇപ്പോൾ വയസ്സായ ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മൾക്കൊരു പെട്ടെന്നൊരു എമർജൻസി വരിക എന്നുള്ളത് ഒരു പുതുമായ കാര്യമല്ല. ധാരാളം എമർജൻസികൾ വരാൻ സാധ്യതയുള്ള സിറ്റുവേഷനാണ്. നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് സന്ദർശിക്കാനായിട്ട്, അല്ലെങ്കിൽ കമ്പോളങ്ങളെ സന്ദർശിക്കാനായിട്ട്, ഇതിനെല്ലാം പറ്റുന്ന, വേഗത്തിൽ ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളുമായി കണക്റ്റഡ് ആണോ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഭവനം എന്നും ശ്രദ്ധിക്കേണ്ടത് കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇതിന് ഉപരിയായിട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് എന്താ, ഇത്രയും വർഷത്തെ പരിചയസമ്പന്നതയിൽ നിന്നുകൊണ്ട് ധാരാളം ആളുകൾ വാങ്ങിച്ച് നഷ്ടത്തിൽ കുടുങ്ങുകയും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട വസ്തു വിൽക്കാനായിട്ട് പരിശ്രമിച്ച് ധാരാളം കഷ്ടനഷ്ടങ്ങളിൽപ്പെട്ട് മനസ്സ് തകർന്ന് നഷ്ടം സംഭവിച്ച് വിറ്റുപോകേണ്ട സാഹചര്യങ്ങൾ നേരിൽ കണ്ട ആളുകളായതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ പോയി ലാഭം നോക്കി പോയി വാങ്ങി നഷ്ടത്തിൽപ്പെട്ട് പിന്നീട് നമ്മൾ തന്നെ അവരെ കഷ്ടപ്പെട്ട് നമ്മൾ വളരെയധികം നഷ്ടത്തിൽ വിറ്റ് അവരെ രക്ഷിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളിൽ ധാരാളം ഭവനങ്ങൾ കാണിക്കാൻ താല്പര്യപ്പെടുന്ന അനേകം ഇടനിലക്കാർ നിങ്ങൾക്ക് ചുറ്റും പെട്ടെന്ന് സൃഷ്ടിപ്പെട്ടേക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1-2 വീടുകൾ കാണാൻ പോയി അടുത്ത നിമിഷത്തിൽ നിങ്ങൾ ചാൻസാണ് തേടുന്നു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങളുടെ സന്നിധിയിൽ കുറേയധികം ആളുകൾ വരും. കാരണം അവരുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടുന്ന പ്രോപ്പർട്ടികളാണ്. ഈ പ്രശ്നബാധിതമായ പ്രോപ്പർട്ടീസ് വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ആളുകളും എടുത്തും വഴി ഇന്ന് സമൂഹത്തിലെ എല്ലാ മേഖലകളും വഴി OLX അതുപോലെ തന്നെ മറ്റുള്ള മേഖലകൾ അല്ലെങ്കിൽ ബ്രോക്കർമാർ സകല ആളുകളെടുത്തും ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. അവർക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നിലവിൽ നിൽക്കുന്ന മാർജിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കൊടുക്കാനും തയ്യാറായിട്ടായിരിക്കും ഈ ഡിസ്ട്രസ് സെല്ലർ നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ വിൽക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം. പക്ഷേ നിങ്ങൾ വളരെ അവഗാഹപൂർവ്വം നിങ്ങളിതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവരെ അപ്രത്യക്ഷമാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് നമ്മൾ വളരെ സ്നേഹത്തോടെ പറയാണ്, സോഷ്യൽ മീഡിയയിൽ വളരെ സെൻസിറ്റീവായിട്ട് കസ്റ്റമേഴ്സ് ഫീഡ്ബാക്കിനെ വിലമതിക്കുകയും അത്തരം ഫീഡ്ബാക്കുകൾ ഏറ്റവും മികച്ചതാക്കാൻ അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് വില്ല ബസാർ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ലോൺസ് എന്ന ഞങ്ങളുടെ സ്ഥാപനം പോലെ അനേകം സ്ഥാപനങ്ങൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാർക്കറ്റിലുണ്ട്. അത്തരം സ്ഥാപനങ്ങളുടെ സഹായം നിങ്ങൾ സത്യസന്ധമായ വിശ്വസ്തമായ സ്ഥാപനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് സർവീസ് നിങ്ങൾക്ക് ലഭിക്കും. ഒരു വിദഗ്ധമായ സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് നടത്താൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിയമവ്യവസ്ഥകൾ, റവന്യൂ വ്യവസ്ഥകൾ, കോർപ്പറേഷൻ വ്യവസ്ഥകൾ, അങ്ങനെ ഇതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും അറിയുന്ന ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻറ്റിനെ നിങ്ങൾ സമീപിച്ച് നിങ്ങളൊരു ഭവനം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭൂമി ഒരു മൂല്യവർദ്ധിത ഇൻവെസ്റ്റ്മെൻറ്റായി മാറും. ഏവരോടും, പ്രത്യേകിച്ച് പുതുതായി ഭവനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പെട്ടെന്ന് കാണുന്ന ഒരു വീട്ടിൽ പോയി എടുത്തുചാടി ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം വളരെ ആലോചിച്ച് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്രെഡിബിൾ ആയിട്ടുള്ള, റേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി വഴി ഭവനം സ്വന്തമാക്കാൻ ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യണം. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ വില്ല ബസാർ റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടി ലോൺസ് എന്ന സ്ഥാപനത്തിലേക്ക് വിപണിയിലെ വളരെ കുറച്ച് നാൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വളരെ നല്ല സർവീസ് നൽകി കുറേ ആളുകൾ സ്വീകരിച്ച ഒരു ഫീഡ്ബാക്കിൻ്റെ ഒരു സന്തോഷത്തിൽ നിങ്ങൾ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു സർവീസ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.